മക്കളെ സ്കൂളിലോട്ട് അയച്ചതിന് ശേഷമാണ് കേട്ടോ എനിക്ക് ചായ കുടിക്കാൻ സമയം കിട്ടാറുള്ളത്. ചായ കുടിക്കുക എന്ന് പറയുന്നതിനേക്കാളും ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക എന്ന് പറയുന്നതാണ് ഒന്നുകൂടെ ശരി. ഇന്ന് രാവിലെ കിച്ചണിൽ കയറാൻ തന്നെ അല്പം വൈകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതുപോലെ ചെറിയ ജോലി മാത്രം കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഈ സമയമാകുമ്പോഴത്തേക്കും എല്ലാം കഴിയായിരുന്നു. മോൾക്ക് കഴിക്കാനും കൊടുത്തയക്കാനും ആയിട്ട് 2 ബാച്ച് ഞാൻ ആദ്യം തന്നെ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. വാഴയ്ക്ക പൊരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അമ്മക്ക് കഞ്ഞി ഉണ്ടാക്കുകയാണ്. ചാമിയരി കഞ്ഞിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ പെട്ടെന്നാവുമല്ലോ. അപ്പോൾ വാഴയ്ക്ക ഒരു സൈഡ് കറക്റ്റായിട്ട് വെന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ച് നമുക്ക് മറ്റേ സൈഡും കൂടെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഇത് തമിഴ്നാടൻ രീതിയിലുള്ള ഒരു സൈഡ് ഡിഷാണ്. ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തിട്ടേ ഉള്ളൂ. ചാമേരി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് റെഡിയായി കിട്ടും. വാഴയ്ക്ക റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് കോരി മാറ്റിയിട്ട് അടുത്ത ബാച്ച് കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. ഇതിനിടയ്ക്ക് കിച്ചണിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ജോലികളെല്ലാം ചെയ്ത് കഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലഞ്ച് പാക്ക് ചെയ്യാം. ചോറ് റെഡി ആയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ചീരക്കറിയാണ്, പിന്നെ വാഴയ്ക്ക വറുത്തതും. നല്ല കോമ്പിനേഷനാണ് കേട്ടോ, ചോറും ചീരക്കറിയും വാഴയ്ക്ക വറുത്തതും. ഏറ്റവും അവസാനത്തെ ബോക്സിൽ ചോറിട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ ബോക്സിൽ നമുക്ക് വാഴയ്ക്ക വറുത്തത് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് മാത്രമേ വിളമ്പുന്നുള്ളൂ. ഉപ്പേരിയാണെങ്കിൽ കുറച്ചധികം വിളമ്പുമായിരുന്നു. വേറെ ഇനി അച്ചാറോ പപ്പടോ അങ്ങനെയൊന്നും കൊടുത്തയക്കാറില്ല. വാഴയ്ക്ക വറുത്തതായതുകൊണ്ടാണ് കേട്ടോ കുറച്ച് മാത്രം വിളമ്പുന്നത്. പക്ഷെ കറി ധാരാളം വിളമ്പുന്നുണ്ട്. ഏറ്റവും മുകളിലത്തെ ബോക്സിൽ കറിയും കൂടെ വിളമ്പിക്കഴിഞ്ഞാൽ ലഞ്ച് ബോക്സ് റെഡി. പൊതുവെ ഇവിടെ ചീര ആയിക്കഴിഞ്ഞാൽ രാവിലെ തന്നെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഇതുപോലെ ചീരയൊക്കെ ഉണ്ടാക്കി ഉടനെ തന്നെ ചൂടോടുകൂടി കഴിക്കാൻ ഒരു പ്രത്യേക രുചി തന്നെയാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ, താങ്ക് യു.